നേരത്തെ നമ്മുടെ ഷോർട്സിൽ പറഞ്ഞതുപോലെ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കെമിക്കൽ പീലിങ്സിനെ പറ്റിയിട്ടാണ്. അപ്പൊ കെമിക്കൽ പീലിങ്സ് എന്താന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കെമിക്കൽ പീലിങ്സ് ഈ ഒരു പീലിംഗ് ആണ്. അതായത് നമ്മളുടെ ഓർഡിനറിയിലെ ഈ ഒരു കെമിക്കൽ പീലിംഗ് ആണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് മുന്നേ ഞാൻ യൂസ് ചെയ്ത ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു പ്ലിക്സിന്റെ ഈ ഒരു പ്രൊഡക്റ്റ്. ഇതൊരു 1 ഇയറിന് മുകളിലായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു. ഇപ്പൊ ഞാനിത് നിർത്തിയിട്ട് നമ്മുടെ ഈ ഒരു ഓർഡിനറിയുടെ ഈ ഒരു പീലിംഗ് സൊല്യൂഷൻ ആണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് മുന്നേ ഞാൻ ഒരു പ്രാവശ്യം യെല്ലോ പീലും ചെയ്തിട്ടുണ്ടായിരുന്നു. ഡോക്ടറെ അടുത്ത് പോയിട്ട് കൺസൾട്ട് ചെയ്തിട്ട് ഇതൊന്നും ആയിരുന്നില്ല. പ്രസവം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് എന്റെ ഫേസ് കളർ ഫുള്ള് പോയിട്ട് എന്തൊക്കെയോ ഒരു പോലായിരുന്നു. നല്ല തടിയും ഉണ്ടായിരുന്നു. ഇപ്പോഴും തടിയുണ്ട്, പക്ഷെ അതിനേക്കാൾ കുറച്ചും കൂടി ബെറ്റർ ആയി എന്നാണ് ഞാനിപ്പോൾ വിശ്വസിക്കുന്നത്. അപ്പൊ നമുക്ക് പീലിംഗ് സൊല്യൂഷനെ പറ്റിയിട്ട് സംസാരിക്കാം. പീലിംഗ് സൊല്യൂഷൻസിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് നല്ല തിളക്കമുള്ള ചർമ്മം കിട്ടും. അതായത് നല്ലൊരു ഷൈനിങ് നമ്മുടെ ഫേസിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു സാധനം യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു ഷൈനിങ് നമ്മുടെ ഫേസിൽ കിട്ടും. പിന്നെ നമ്മുടെ അതായത് ഷൈനിങ് കിട്ടുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഡെഡ് സ്കിൻ സെൽസ് നീക്കിയിട്ട് നമ്മളുടെ സ്കിന്നിൽ നല്ലൊരു പുതിയ ലെയർ ആണ് നമുക്ക് ഫോം ആവുക. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ നല്ലൊരു ഷൈനിങ്ങും കാര്യങ്ങളും നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവും. പിന്നുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കരിമങ്ങലും, അതായത് നമുക്ക് പിഗ്മെന്റേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇത് യൂസ് ചെയ്യുമ്പോഴത്തേക്കും അത് കുറച്ചു കൊണ്ടുവന്നിട്ട് നമ്മുടെ ഈ അൺഇവൻ സ്കിൻ ടോൺ ഒക്കെ മാറിയിട്ട് ഇവൻ സ്കിൻ ടോൺ നമുക്ക് ഈ ഒരു സാധനം യൂസ് ചെയ്യുമ്പോഴത്തേക്കും കിട്ടും. പിന്നുള്ള ഒരു കാര്യം, നമ്മുടെ ഇതിൽ BHA എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അതായത് നമ്മുടെ സൽസിലിക് ആസിഡ് കൂടെ ഇതിൽ അടങ്ങിയിട്ടുള്ളത് തന്നെ നമുക്ക് മുഖക്കുരു വരുന്നത് നന്നായിട്ട് കുറയാനായിട്ട് ഈ ഒരു സാധനം സാധിക്കും. അതായത് നമ്മുടെ ഈ ഒരു ഓവറായിട്ട് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന എണ്ണമയം നീക്കം ചെയ്തിട്ട് നമ്മൾക്ക് ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, ഈ കുരുക്കൾ വരുന്നത് ഇതൊക്കെ കുറയാനായിട്ട് ഈ ഒരു സാധനം നല്ല രീതിയിൽ സഹായിക്കും. ഇനി ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നെക്സ്റ്റ് പറയാം. അതായത് നമ്മൾ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കണം. സൺസ്ക്രീന് മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം, ഇല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പണി കിട്ടും. പിന്നെ രാത്രി മാത്രമേ ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. പിന്നെ ഇത് യൂസ് ചെയ്യേണ്ട രീതി എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ ഇന്ന് രാത്രി ഇത് യൂസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ നന്നായിട്ട് ഫേസ് വാഷ് ചെയ്ത് മുഖത്തുള്ള വെള്ളം മുഴുവൻ നീക്കം ചെയ്തതിന് ശേഷം വേണം ഒരു 3-4 ഡ്രോപ്പ് എടുത്ത് ഫേസ് ഫുൾ അപ്ലൈ ചെയ്തിട്ട് ഒരു 10 മിനിറ്റ്, മിനിമം 10 മിനിറ്റ്, നിങ്ങൾ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒരു 5 മിനിറ്റിൽ വെച്ചിട്ട് നിങ്ങൾ കഴുകി ഇത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫേസ് ഫുൾ ഒരു എന്താ പറയുക, ചില സമയത്തൊക്കെ ഇങ്ങനെ നമുക്ക് കുത്തിപ്പറിക്കുന്ന പോലെ ഒരു ഫീലിംഗ് നമുക്ക് ഉണ്ടാവാനായിട്ട് ഒരു ചാൻസ് ഉണ്ട്. അത് ഉണ്ടാവും, എന്തായാലും എല്ലാവർക്കും ഉണ്ടാവുന്നുണ്ട്, എനിക്കൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പം ആ ഒരു കാര്യം ഉണ്ടാവും. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കൊരു അതായത് ഒരു പൊള്ളലേറ്റ പോലെ ഒരു ഫീലിംഗ്, അതായത് ഒരു നമ്മുടെ മുഖത്തൊരു ചൂട് നമുക്ക് ഫീൽ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പേഴ്സണലി. അപ്പൊ ഇതൊന്നും കണ്ടിട്ട് നിങ്ങൾ പേടിക്കണ്ട. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ വരുവാണെങ്കിൽ തണുത്ത വെള്ളത്തിൽ മുഖം കഴുകി കളയാ, അപ്പടനെ മുഖം കഴുകുക. പിന്നെ ഈ ഒരു സാധനം നിങ്ങൾ തൊക്കണ്ട. ചിലപ്പോൾ നിങ്ങൾക്ക് അത് സ്കിന്നിന് പറ്റാത്ത സാധനമായി. പിന്നെ സെൻസിറ്റീവ് സ്കിന്നുള്ള ആൾക്കാര് ആദ്യം പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം ഇത് യൂസ് ചെയ്യുക. കാരണം സെൻസിറ്റീവിനെ ഞാൻ അത്രത്തോളം കണ്ട് റെക്കമെൻഡ് ചെയ്യില്ല. എനിക്ക് തോന്നുന്നു ഇത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് ഓയിലി സ്കിന്ന് ആർക്കാണ്. കോമ്പിനേഷൻ സ്കിന്ന് ആർക്കും വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഡ്രൈ സ്കിന്നാരും സെൻസിറ്റീവ് സ്കിന്നാരും ഇത് ഉപയോഗിക്കുന്നതാണെന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം നല്ല രീതിയിൽ നമ്മുടെ സ്കിന്ന്, അതായത് ഓയിലൊക്കെ പോക്കി ഓൾറെഡി ഡ്രൈ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ സ്കിന്ന് നല്ല രീതിയിൽ ഡ്രൈ ആവും. അപ്പം അതുകൊണ്ട് ഇത് യൂസ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ പറയാം. ഇനി നെക്സ്റ്റ് നമുക്ക് ഫൈൻ ലൈൻസ് ഇതൊക്കെ കുറക്കാനായിട്ട് ഇത് സഹായിക്കാം. ഞാൻ നേരത്തെ പറയാൻ മറന്നു, അതുകൊണ്ടാണ് ഇപ്പൊ ഇവിടെ പറയുന്നത്. ഇനിയിപ്പം ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മള് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി ഇതെപ്പോഴൊക്കെ യൂസ് ചെയ്യാം? രാത്രി മാത്രം യൂസ് ചെയ്യാം. നിങ്ങൾ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ മാസത്തിലെ ഒരു 2 തവണ, മാസത്തിലെ 2 ആഴ്ചയിൽ ഒരിക്കൽ അങ്ങനെ വെച്ചിട്ട് യൂസ് ചെയ്യുക. ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ. ഇനിയിപ്പൊ നിങ്ങൾ യൂസ് ചെയ്ത് പോകുന്ന ആൾക്കാർക്ക് പിന്നെ അത് മന്ത്ലി ഒരു 4 ആഴ്ചയിൽ 1 തവണ വെച്ചിട്ട്, മന്ത്ലി 4 തവണ വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാം. ഇനിയിപ്പൊ നിങ്ങൾ നല്ല രീതിയിൽ യൂസ് ആക്കി നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, കുറെ കാലങ്ങളായി യൂസ് ആക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു 2 തവണ വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് യൂസ് ആക്കാം. ശ്രദ്ധിക്കുക, 10 മിനിറ്റിൽ കൂടുതൽ ഇത് ഫേസിൽ വെക്കേണ്ട. ഇത് നമുക്കിതിന്റെ
ഇതിപ്പം ഏജ് 30% ആണ് വരുന്നത്. ഇത് നമുക്ക് ഇതിൽ കുറവുള്ളത് കിട്ടും. ഞാൻ ആദ്യം യൂസ് ചെയ്തിട്ടുള്ള പ്ലിക്സിന്റെ 25% ആണ് വരുന്നത്. അപ്പം ഓരോ ബ്രാൻഡിനും ഇതിന്റെ ഒരു പെർസെന്റേജ് കുറവായിരിക്കും. ഏജൊക്കെ പെർസെന്റേജ് കുറവായതുകൊണ്ട് തന്നെ നമുക്ക് ഇത് നല്ല രീതിയിലുള്ള പീലിംഗ് സൊല്യൂഷൻ ആണ്. ഇതിൽ പൈസയുണ്ട്. ഈ ഒരു പീലിംഗ് സൊല്യൂഷന്റെ റേറ്റ് എന്ന് പറയുന്നത് 1000 റുപ്പീസ് ആണ്. ഈ ഒരു പീലിംഗ് സൊല്യൂഷന് വെറും 500 രൂപയേ ഉള്ളൂ. പക്ഷേ 500 രൂപയൊന്നും നമ്മൾ കൊടുക്കാൻ, അത് നമുക്ക് ഓഫർ പ്രൈസിൽ 400 സംതിങ്ങിനൊക്കെ നമുക്ക് ഈ സാധനം കിട്ടും. പക്ഷെ ഇതിന് നമുക്ക് അത്രത്തോളം കണ്ട് അങ്ങോട്ട് പ്രൈസ് ഡ്രോപ്പ് ഒന്നും ഞാൻ ഇതിലും കണ്ടിട്ടില്ല. ഇത് 1000 റുപ്പീസ് ആ ഒരു റേഞ്ച് നമുക്ക് ഈ ഒരു സാധനത്തിന് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഈ ഒരു സൊല്യൂഷൻസ് യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കല്യാണമൊക്കെ അടുത്താണ്, നിങ്ങൾക്ക് പെട്ടെന്ന് റിസൾട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം യൂസ് ചെയ്യുമ്പോൾ നമ്മളൊരു 3-4 മാസം, ഒരു 5-6 മാസം മുന്നേ ഇത് സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഗുണങ്ങൾ കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും നമുക്ക് വലിയ മാറ്റമൊന്നും ഇതിൽ നിന്ന് പ്രതീക്ഷിക്കൊന്നും വേണ്ട. പെട്ടെന്ന് ഒരു ഇൻസ്റ്റന്റ് റിസൾട്ട് ഒന്നും നമുക്ക് കിട്ടില്ല. ഇൻസ്റ്റന്റ് റിസൾട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടർമാരടുത്ത് പോയിട്ട് വലിയ പൈസ കൊടുത്തിട്ട് നമ്മൾ പീലിങ്സ് ചെയ്യേണ്ടി വരും. അതായത് യെല്ലോ പീല്, അങ്ങനെ ഒരുപാട് പീലിങ്സ് ഉണ്ട്, കാർബൺ പീൽസ്, അങ്ങനെ ഒരുപാട് പീൽസ് ഉണ്ട്. ആ ഒരു പീലിങ്സ് ഒക്കെ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യേണ്ടി വരും. പക്ഷെ എന്റെ അഭിപ്രായത്തില് അതും ഇതും ഒക്കെ കണക്ക് പോലെയാണ്. അതിൽ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് തോല് പൊളിയുന്നതും ഒക്കെ നമുക്ക് കാണാം. പക്ഷെ ഇതിൽ നമുക്ക് പീലിംഗ് കാണാൻ വേണ്ടി സാധിക്കില്ല. മൈന്യൂട്ട് പീലിങ്സ് ആണ്. അപ്പൊ നമുക്ക് അത് എത്ര വലിയ കണ്ടങ്ങോട്ട് നമുക്ക് അറിയില്ല, നമുക്ക് പീല് ചെയ്യുന്നുണ്ടെന്നുള്ളത് അറിയില്ല. അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ പീലിങ്സ്, അതായത് പീലിങ്സ് ചെയ്യുന്നതിനെ കൊണ്ടുള്ള ഗുണങ്ങൾ എന്ന് പറയുന്നത്. നല്ല രീതിയിൽ എന്താ പറയാ, നമ്മുടെ സ്കിന്ന് ഈവൻ ടോണിലേക്ക് കൊണ്ടുവരാൻ ഏറ്റവും ബെസ്റ്റ് സാധനമാണ്. അപ്പൊ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ലിക്സിന്റെ ഈ ഒരു സാധനവും ഇപ്പൊ യൂസ് ചെയ്യുന്നത് ഇത് ഓർഡിനറിയിലാണ്. പിന്നെ ഇപ്പൊ നമുക്ക് നമ്മുടെ ചൂട് കാലമാണ്, അതായത് സമ്മർ എന്ന് പറയുന്നത് നല്ല രീതിയിൽ നമുക്ക് ഇവിടെ എഫക്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ. അപ്പൊ ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഈ ഒരു സമയത്ത് സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കരുത്. കാരണം നമ്മളിപ്പം എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുറ്റത്തിറങ്ങിക്കൊള്ളുന്ന വെയിൽ പോലും നമുക്ക് അത്രയും ഡാമേജ് ആക്കും നമ്മുടെ സ്കിന്നിനെ. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഡെഡ് സെൽസ് നീക്കം ചെയ്തിട്ട് പുതിയ ലെയർ ഓഫ് സ്കിന്ന് വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ അത്രയും കണ്ട് നമ്മൾ ഇതിനെ സംരക്ഷിക്കണം. അപ്പം അതുകൊണ്ട് തന്നെ നല്ലൊരു SPF നിങ്ങൾ കണ്ടുപിടിക്കുക, നിങ്ങളുടെ സ്കിന്നിനെ കൊടുക്കുക. പിന്നെ എനിക്ക് പറയാനുള്ള വെച്ചാൽ ഈ ഒരു സമയത്ത് നിങ്ങൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ദയവേദിട്ട് ഈ ഒരു സമയത്ത് സ്റ്റാർട്ട് ചെയ്യേണ്ട കേട്ടോ. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ പീലിംഗ് സൊല്യൂഷനെ പറ്റിയിട്ട് എനിക്ക് സംസാരിക്കാനുള്ളത്. ഇനി നെക്സ്റ്റ് വേറൊരു വീഡിയോ വരുന്നതായിരിക്കും, ഒരു അടിപൊളി ഫേസ് വാഷിന്റെ വീഡിയോ വരുന്നതായിരിക്കും. അപ്പം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കും. ഇതും പോലെ അടിപൊളി വീഡിയോസ് ഇനിയും വരും.